ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാമിനേഷന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള PSC ടോട്ടൽ കൺഫർമേഷനും റിജക്ട് ചെയ്ത ആപ്ലിക്കേഷനുകളുടെ എണ്ണവും പുറത്തുവിട്ടിട്ടുണ്ട്. അതനുസരിച്ച് എക്സാമിനേഷന് മുമ്പ് തന്നെ എത്രത്തോളമാണ് ഈ ഒരു എക്സാമിനേഷന്റെ മത്സരക്ഷമത എന്ന് നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥി ഏത് തലത്തിലാണ് പരീക്ഷയിലെ മറ്റു ഉദ്യോഗാർത്ഥികളുമായിട്ട് മത്സരിക്കേണ്ടത് എന്ന് കൃത്യമായ ധാരണ ഉണ്ടാക്കാനാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് എടുക്കാം. കാറ്റഗറി നമ്പർ 422/2024 എന്ന നമ്പറിൽ 19/2/2026 എക്സാം ഡേറ്റ് വരുന്ന രീതിയിലാണ് ഈ ഒരു എക്സാമിനേഷൻ ഓൾറെഡി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതായത് നമുക്ക് മുമ്പിൽ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയുള്ളത്. കാരണം വരുന്ന വർഷം ഫെബ്രുവരിയിലാണ് ഈ എക്സാം വരാൻ പോകുന്നത്. ഫെബ്രുവരി തന്നെ 19-ാം തീയതിയാണ്. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ, അതായത് ഒരു എക്സാമിനേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ദിവസങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയും എങ്ങനെയാണ് ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് നോക്കാം. അന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തത് മൊത്തം 4732 പേർ അപ്ലൈ ചെയ്യുകയും അതിൽ നിന്ന് ആപ്ലിക്കൻസ് ആയിട്ട് PSC കൺസിഡർ ചെയ്തിരിക്കുന്നത് 3289 പേരാണ്. ഇനിയും 1443 പേര് ഒന്നുകിൽ കൺഫർമേഷൻ നൽകാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ അതല്ലെങ്കിൽ അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലോ അവരെ പുറത്താക്കിയതായിട്ടും കാണുന്നു. അതായത് ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 3289 പേരായി ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് ഒരു മത്സര പരീക്ഷയിൽ ഒരു വലിയ നമ്പർ നിങ്ങളുടെ മുമ്പിൽ മത്സരിക്കാൻ ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ജോലിയുടെ സാധ്യത ഏറുകയാണ്. ഇനി നിങ്ങൾ നന്നായി പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജനറൽ PSC എക്സാമിനേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മത്സരിക്കേണ്ടി വരുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. അവിടെയാണ് കേവലം 3289 പേരോട് നിങ്ങൾ മത്സരിക്കേണ്ടി വരുന്നത്. ഒരു ജനറൽ PSC എക്സാമിനേഷന്റെ മെയിൻ എക്സാമിനേഷന് പോലും ഇതിൽ കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളൊരു മെയിൻ എക്സാമിനേഷൻ എഴുതി ക്രാക്ക് ചെയ്യുന്ന പോലെ തന്നെ വളരെ സസൂക്ഷ്മം ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ കയറാമെന്ന് മാത്രവുമല്ല, മറിച്ച് നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യത്തെ നിരയിൽ തന്നെ എത്താനും പറ്റുമെന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പഠനം ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റേണ്ടത് അനിവാര്യമാണ്. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിലെ ജൂനിയർ സയന്റിഫിക് ഓഫീസർ എക്സാമിനേഷന്റെ 85 ഡേയ്സ് പ്ലാന് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. ഈ ഒരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 85 ദിവസങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കോഴ്സുകൾ പഠിച്ചു തീർത്ത് റിവൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സമയമൊന്നും വൈകി പോയിട്ടില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് കോഴ്സിന് ജോയിൻ ചെയ്ത് ഇവിടുത്തെ സ്റ്റഡി പ്ലാൻ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. നമുക്കറിയാം ഒരു കുറച്ച് ദിവസം കടന്നു പോയിട്ടുണ്ട്, 10 ദിവസത്തോളം കടന്നു പോയിട്ടുണ്ട്. ഈ 10 ദിവസത്തെ സ്റ്റഡി പ്ലാൻ കൂടി നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഓവർകം ചെയ്ത് ഇപ്പോഴത്തേന് സമാനമായിട്ട് മാറുകയാണെങ്കിൽ ഈ ഒരു എൻഡ് ഓഫ് ദ ടൈമിൽ എക്സാമിനേഷന്റെ ആ ഒരു ഡേറ്റ് എത്തുമ്പോഴേക്ക് കൃത്യമായി സിലബസ് മുഴുവൻ പഠിച്ചു തീർത്ത് റിവിഷൻ ചെയ്ത് ഒരു എക്സാമിനേഷനിൽ നല്ല സ്കോർ കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയർത്താൻ പറ്റും. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക. ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും ഒപ്പം തന്നെ ഇതിന്റെ വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.